Good morning. CMOS സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ CMOSൻ്റെ ആർക്കിടെക്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. CMOSൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നു വന്നത്. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസിസ്റ്റർ പെയർ T3, T5 ആൻഡ് T4, T6 ഫോം ഇൻവേർട്ടേഴ്സ് ടു ബി ലാച്ച്. അത് നേരത്തെ കണ്ടു ലാച്ചിൻ്റെ ആ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആസ് ഇൻ SRAM itself, the read and write operation occurs, that is when T3 and T6 are on, T4 and T6 are off. അത് നേരത്തെ കണ്ടതാണ്. T3 T6 ഓണും അതുപോലെ തന്നെ T4 T5 ഓഫ് ആയിരിക്കും. ആൻഡ് വൈസ് വേഴ്സ ഇറ്റ്സ് ഓൾസോ ട്രൂ. വോൾട്ടേജ് സപ്ലൈ in the older cell was 5 volt or 3.3 in new low voltage cells. Then continuous power is needed for the cell to retain its state. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. പവർ ഓഫ് ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലോസ് ആയി പോകും. ഇഫ് പവർ ഈസ് ഇൻറ്ററപ്റ്റഡ് ദ സെൽസ് കണ്ടന്റ് ആർ ലോസ്റ്റ്. ഇപ്പോൾ വോളട്ടൈൽ മെമ്മറിൻ്റെ കേസിൽ നമ്മൾ പറയുന്നതാണ്. വെൻ പവർ ഈസ് റീസ്റ്റോർഡ് ദ ലാച്ച് സെറ്റിൽസ് ഇൻ ടു എ സ്റ്റേബിൾ സ്റ്റേറ്റ് ബട്ട് നോട്ട് നെസസറി ദ സെയിം സ്റ്റേറ്റ് ദ സെൽ വാസ് ബിഫോർ ദ ഇൻറ്ററപ്ഷൻ. അതായത് പവർ പിന്നെയും കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് അവർ റീറ്റെയിൻ ചെയ്യും. പക്ഷെ നമ്മൾ ആ സ്റ്റേറ്റിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പഴയ ഇൻഫർമേഷൻ തന്നെ ആവണം എന്നില്ല. അപ്പോൾ ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ SRAMs are said to be volatile memories because their content lost when power is interrupted. അപ്പോൾ നമുക്കറിയാം പവർ ഇൻറ്ററപ്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മെമ്മറി സെൽ ഡാറ്റാസ് ലോസ് ആയി പോകും. SRAM അതുപോലെ തന്നെ റാൻഡം ആക്സസ് മെമ്മറി എന്ത് ചെയ്യുന്നുണ്ട്, വോളട്ടൈൽ മെമ്മറിയാണ്. പവർ പോയി കഴിഞ്ഞാൽ ലോസ് ആവാൻ വേണ്ടി സാധ്യതയുണ്ട്. ഇനി CMOSൻ്റെ ഒരു മേജറായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പവർ കൺസപ്ഷൻ ആണ്. പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും CMOS SRAMസിൻ്റെ കേസിൽ വരുന്നത്. അതുപോലെ തന്നെ ബിക്കോസ് കണ്ടന്റ് ഫ്ലോ ഇൻ സെൽ ഓൺലി വെൻ ദ സെൽസ് ഈസ് ബീങ് ആക്സസ്ഡ്. അതായത് പവർ കൺസപ്ഷൻ ഡാറ്റ ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും പവർ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഡാറ്റ ഫ്ലോസ് നടക്കുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ടന്റ് ഫ്ലോ ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു T1 T2 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റേഴ്സിനെ ഓഫ് ചെയ്ത് വെക്കും. അതുകൊണ്ട് പവർ കൺസപ്ഷൻ എന്തായാലും കുറവായിട്ട് മാത്രമേ വരുന്നില്ല. എല്ലാ സമയവും അത് ഓണാക്കി വെക്കുന്നില്ല. ഡാറ്റ ഫ്ലോ ഒന്നും നടക്കുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യും, ഓഫ് ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് പവർ കൺസപ്ഷൻ ലോ ആവുന്നത്. ദെൻ സ്റ്റാറ്റിക് SRAMs ക്യാൻ ബി ആക്സസ്ഡ് വെരി ക്വിക്ക്ലി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ആക്സസ് ടൈം on the order of few nanoseconds are found in commercially available chips. അപ്പോൾ അതിൻ്റെ ആക്സസ് ടൈം എന്ന് പറയുന്നത് ഫ്യൂ നാനോ സെക്കൻഡ്സ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദേ ആർ ഫൗണ്ട് ഇൻ കൊമേഴ്ഷ്യലി അവൈലബിൾ ചിപ്സ്. അത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ SRAMs യൂസ്ഡ് ഇൻ അപ്ലിക്കേഷൻസ് വെർ സ്പീഡ് ഈസ് ക്രിട്ടിക്കൽ കൺസേൺ. അപ്പോൾ SRAMs മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്പീഡ് ക്രിട്ടിക്കൽ കൺസേൺ, അതായത് സ്പീഡിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ മെയിനായിട്ട് SRAMs യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക് റാംസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാറ്റിക് റാമും അതുപോലെ തന്നെ CMOS സെല്ലും പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് ഡൈനാമിക് റാമിനെ പറ്റിയാണ്. സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫാസ്റ്റർ ആണ്, അതല്ലേ. ഫാസ്റ്റർ കൺസേൺ വരുന്ന സമയത്താണ് നമ്മൾ സ്റ്റാറ്റിക് റാം യൂസ് ചെയ്യുന്നത്. ബട്ട് ദർ സെൽസ് റിക്വയർ സെവറൽ ട്രാൻസിസ്റ്റേഴ്സ്. നമ്മൾ ഫിഗറിൽ കണ്ടതാണ്, കുറേ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ SRAM ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ലെസ് എക്സ്പെൻസീവ് ആൻഡ് ഹയർ ഡെൻസിറ്റി റാംസ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് വിത്ത് സിംപ്ലർ സെൽസ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സ്പെൻസീവ് കുറഞ്ഞ രീതിയിൽ ഹൈ ഡെൻസിറ്റി റാംസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സിമ്പിൾ സർക്യൂട്ട്സ് വെച്ചിട്ട്. ബട്ട് ദീസ് സിമ്പിൾ സെൽസ് ഡു നോട്ട് റിട്ടൈൻ ദെയർ സ്റ്റേറ്റ് ഫോർ എ ലോങ് പീരീഡ് അൺലെസ് ദേ ആർ ആക്സസ്ഡ് ഫ്രീക്വൻ്റ്ലി ഫോർ റീഡ് ഓർ റൈറ്റ്. അതായത് ഇങ്ങനെ സിംപിളറായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിൻ്റെ സ്റ്റേറ്റ് റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റേറ്റിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈപ്പ് മെമ്മറീസ് ദാറ്റ് യൂസ് സച്ച് സെൽസ് ആർ കോൾഡ് ഡൈനാമിക് റാംസ്. ഇങ്ങനത്തെ സെൽസ് യൂസ് ചെയ്യുന്ന മെമ്മറീസിനെയാണ് എന്ത് പറയുന്നത്, ഡൈനാമിക് റാം അല്ലെങ്കിൽ DRAM എന്ന് പറയുന്നത്.
ഇപ്പോൾ സ്റ്റാറ്റിക് റാംസും ഡൈനാമിക് റാംസിനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്. They are very fast and high cost because their cells require several transistors. നമ്മൾ കണ്ടതാണ്, several transistors യൂസ് ചെയ്യുന്നതുകൊണ്ട് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. Consist of circuits that are capable of retaining their states as long as power is applied. പവർ അപ്ലൈ ചെയ്തിരിക്കുന്നിടത്തോളം എന്ത് ചെയ്യാം, അതിൻ്റെ സ്റ്റേറ്റ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റും. Volatile memories because their contents are lost when power is interrupted. പവർ ഇൻട്രപ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കണ്ടന്റ് ലോസ് ആവാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വോളറ്റൈൽ മെമ്മറീസ് എന്ന് പറയുന്നുണ്ട്. ആക്സസ് ടൈം ഓഫ് സ്റ്റാറ്റിക് റാം ആർ ഇൻ ദ റേഞ്ച് ഓഫ് ഫ്യൂ നാനോ സെക്കൻഡ്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആക്സസ് ടൈം എന്ന് പറയുന്നത് നാനോ സെക്കൻഡ്സിലാണ്, അതുകൊണ്ട് ഫാസ്റ്റർ ആയിരിക്കും. ദെൻ ഡൈനാമിക്കിൻ്റെ കേസിൽ പറയുമ്പോൾ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് ചാർജ് ഓൺ എ കപ്പാസിറ്റർ. കപ്പാസിറ്റർ ചാർജ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ചാർജ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ഫോർ ഓൺലി ടെൻസ് ഓഫ് മില്ലി സെക്കൻഡ്സ്. അതായത് ചാർജിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മില്ലി സെക്കൻഡ്സ് ടൈംസിലേക്ക് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഡു നോട്ട് റീറ്റെയിൻ ദെയർ സ്റ്റേറ്റ് ഇൻഡെഫിനിറ്റ്ലി. അതായത് ഇൻഡെഫിനിറ്റ്ലി ടൈമിലേക്ക് എന്ത് ചെയ്യുന്നില്ല, അവരെ സ്റ്റേറ്റ് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നില്ല. കണ്ടൻസ് മസ്റ്റ് ബി പീരിയോഡിക്കലി റിഫ്രഷ്ഡ്. ഈ കണ്ടൻസ് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുന്ന സമയത്ത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കണ്ടന്റ് മേ ബി റിഫ്രഷ് വൈൽ ആക്സസിങ് ദം ഫോർ റീഡിങ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റിഫ്രഷ് ആവും. അപ്പോൾ കണ്ടന്റ് ചിലപ്പോൾ റിഫ്രഷ് ചെയ്ത് സെയിം സ്റ്റേറ്റ് തന്നെ വരാം, ചിലപ്പോൾ റിഫ്രഷ് ചെയ്ത് വേറെ സ്റ്റേറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ മോഡിൽ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക്സ്. ഇനി അസിൻക്രണസ് ഡി റാമിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. നമ്മൾ ഫിഗർ ഒന്ന് നോക്കുക. ഫിഗറിൻ്റെ അകത്ത് നമ്മൾ കണ്ടതാണ്. ഫിഗറിൻ്റെ അകത്ത് ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ആണ് കൊടുത്തിരിക്കുന്നത്, ഡൈനാമിക് റാം സെല്ലിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സി ഈസ് ദ കപ്പാസിറ്റർ ആൻഡ് ടി ഈസ് ദ ട്രാൻസിസ്റ്റർ. നമ്മൾ ഫിഗറിൻ്റെ അകത്ത് കണ്ട സിയും ടിയും കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററും ആണ്. ദെൻ ഇൻ ഓർഡർ ടു സ്റ്റോർ ഇൻഫർമേഷൻ ഇൻ ദ സെൽ, T is turned on and appropriate voltage is applied into the bit line. അതായത് എന്ത് ചെയ്യണം, ബിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ ആ ഫിഗറിൻ്റെ അകത്ത് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ആ ബിറ്റ് ലൈനിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് വോൾട്ടേജ് സപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിന് ടേൺ ഓൺ ചെയ്യിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കപ്പാസിറ്ററിലേക്ക്. ദിസ് കോസ് എ നോൺ എമൗണ്ട് ഓഫ് ചാർജ് ടു ബി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. അപ്പോൾ നമ്മളിങ്ങനെ വോൾട്ടേജ് സപ്ലൈ ചെയ്ത് ട്രാൻസിസ്റ്റർ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പാസിറ്ററിലേക്ക് സം എമൗണ്ട് ഓഫ് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കും. ആ ചാർജാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. വെൻ ഇറ്റ് ഈസ് ടേൺഡ് ഓഫ്, സി ഡിസ്ചാർജസ്. ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, കപ്പാസിറ്ററിലെ ചാർജ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, സി ഡിസ്ചാർജ് ചെയ്തിട്ട് പോകും. ഡ്യൂറിങ് ദ റീഡ് ഓപ്പറേഷൻ വൈ ഈസ് സെലക്റ്റഡ്, സെൽ ഈസ് ടേൺഡ് ഓൺ. അതായത് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സെല്ലിൻ്റെ അകത്ത് വേർഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഡ്യൂറിങ് റീഡ് ഓപ്പറേഷൻ വൈ ഇൻ എ സെലക്റ്റഡ് സെൽ ഈസ് ടേൺഡ് ഓൺ. ഏതെങ്കിലും ഒരു സെല്ലിലെ എന്താ വൈ ലൈൻ ഉണ്ടാവും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അത് എന്ത് ചെയ്യും, ഓൺ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഡാറ്റ അങ്ങോട്ടേക്ക് റീഡ് ചെയ്തെടുക്കും. എ സെൻസ് ആംപ്ലിഫയർ ഈസ് കണക്റ്റഡ് ടു ദ ബിറ്റ് ലൈൻ ഡിറ്റക്ട് വെദർ ദ ചാർജ് സ്റ്റോർഡ് ഇൻ സി ഈസ് എബോവ് ത്രഷോൾഡ്. അതായത് ഒരു ആംപ്ലിഫയർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിൽ ചാർജ് ചെയ്തിട്ടുള്ള ആ ചാർജ് എന്ന് പറഞ്ഞാൽ സം ത്രഷോൾഡ് വാല്യൂ ഉണ്ടാവും. ഒരു ഇത്ര വാല്യൂയിൽ കൂടുതലായി കഴിഞ്ഞാൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെ. ഇപ്പോൾ ഒരു 0.5 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 0.5ന് ഗ്രേറ്റർ ആണെങ്കിൽ 1, 0.5ന് ലെസ്സർ ആണെങ്കിൽ 0. രണ്ട് റെപ്രസെൻറ്റേഷൻ അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി ഒരു ത്രഷോൾഡ് വാല്യൂ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ത്രഷോൾഡുമായിട്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. If so, it drives the bit line to the full voltage that represent logic value 1. അതായത് ഗ്രേറ്റർ ആണ്, സിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ത്രഷോൾഡിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ലോജിക് വാല്യൂ 1 ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദിസ് വോൾട്ടേജ് ചാർജസ് ദ കപ്പാസിറ്റർ ടു ദ ഫുൾ ചാർജ് ദാറ്റ് ഈസ് ലോജിക് വാല്യൂ 1. അതായത് എന്ത് ചെയ്യും, കപ്പാസിറ്ററിനെ ഫുൾ ചാർജിലേക്ക്, ഇപ്പോൾ നമുക്കൊരു എത്രയാണോ മിനിമം ചാർജ് വേണ്ടത്, അപ്പോൾ അത് ത്രഷോൾഡിനേക്കാളും കൂടുതലാണെങ്കിൽ കപ്പാസിറ്ററിനെ എന്ത് ചെയ്യും, ഫുൾ ചാർജ് ചെയ്യും. അതായത് ലോജിക് 1 റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
If sense amplifier detect the charge of the capacitor is below threshold value, it pulls line to the ground level, which ensures that the capacitor has no charge in it. അതായത് ത്രെഷോൾഡിനേക്കാളും കുറവാണ് നിങ്ങളുടെ കപ്പാസിറ്ററിൽ ചാർജ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് സിഗ്നൽ കൊടുത്തിട്ടുണ്ട് കപ്പാസിറ്ററിന്. അപ്പോൾ ആ ഗ്രൗണ്ട് സിഗ്നലിൽ ഗ്രൗണ്ട് ചെയ്യും അതിൻ്റെ അകത്തുള്ള ചാർജ്. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും, ലോജിക് 0 എന്നുള്ള വാല്യൂ ആയിരിക്കും കപ്പാസിറ്ററിൻ്റെ അകത്ത് വരുന്നത്. Thus, the reading content of cell automatically refresh its contents. All cells in the same row are read at a time, hence full content refresh. അതായത് ഒരു ലൈൻ നമ്മൾ നേരത്തെ വേർഡ് ലൈൻ കണ്ടിന്, ആ വേർഡ് ലൈനിലെ എല്ലാ കണ്ടൻസും അറ്റ് എ ടൈം തന്നെ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വരുന്നത്. അപ്പോൾ നമുക്ക് ഫിഗറിൻ്റെ അകത്തൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ്, ഈ ലൈനിനെയാണ് നമ്മൾ ബിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വേർഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബിറ്റ് ലൈനിലൂടെ വോൾട്ടേജ് കൊടുക്കും. ട്രാൻസിസ്റ്റർ ഓൺ ആവുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ് ആവും. കപ്പാസിറ്റർ ചാർജ് എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് കണക്ട് ചെയ്ത് അതെന്ത് ചെയ്യും, കപ്പാസിറ്റർ ചാർജിനായിട്ട് കമ്പയർ ചെയ്യും ത്രെഷോൾഡ് വാല്യൂ ആയിട്ട്. ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതൊരു ലോജിക് 1 ലെവലിൽ സെറ്റ് ചെയ്യും. ഇനി ത്രെഷോൾഡിനേക്കാളും കുറവാണ് വരുന്നതെങ്കിൽ ഇതിനെ ഗ്രൗണ്ട് ചെയ്യും. ദെൻ ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കപ്പാസിറ്റർ ചാർജ് എന്ന് പറയുന്നത് 0 ആവും. ലോജിക് ലെവൽ 0യിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യും. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ഓഫ് ഡൈനാമിക് മെമ്മറി ചിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അഡ്രസ് ബിറ്റ് നോക്കുക. 21 ബിറ്റ് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. 0 to 21 വരെയുള്ള ബിറ്റാണ് നമ്മൾ അഡ്രസ്സിന് കൊടുത്തിരിക്കുന്നത്. അതിൽ 0 to 8 വരെയുള്ള 9 ബിറ്റ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡാറ്റനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോളത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏത് കോളമാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് കോളം അഡ്രസ് ലാച്ചിലേക്കാണ് 0 to 8 വരെയുള്ള അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ 9 to 20 വരെയുള്ള 12 ബിറ്റ് അഡ്രസ്സ് നമ്മൾ പാസ് ചെയ്യുന്നത് റോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ RAS സിഗ്നൽ എന്ന് പറയുന്നത് റോ അഡ്രസ്സിന് വേണ്ടിയിട്ടും അതുപോലെ CAS സിഗ്നൽ എന്ന് പറയുന്നത് കോളം അഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള സിഗ്നലാണ്. ദെൻ ഈ റോ അഡ്രസ് ലാച്ചിലേക്ക് നമ്മൾ 9 to 20 വരെയുള്ള 12 ബിറ്റ്സ് നമ്മൾ പാസ് ചെയ്യും. ദെൻ റോനെ അവർ ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്യുമ്പോൾ 12 ബിറ്റ്സ് വെച്ച് നമുക്ക് മാക്സിമം 4096 ലൊക്കേഷൻസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 512 ലൊക്കേഷൻസ് ഓഫ് 8 ബിറ്റ് ഡാറ്റയായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 8 ബിറ്റുള്ള 512 ലൊക്കേഷൻസ് ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ സെൻസ് ഓർ റൈറ്റ് സർക്യൂട്ട്സ് ഉണ്ട്. ആ സെൻസ് ഓർ റൈറ്റ് സർക്യൂട്ടിൻ്റെ അകത്ത് ചിപ്പ് സെലക്ട്, റീഡ് ഓർ റൈറ്റ് കൺട്രോൾ സിഗ്നൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റർ എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നൽ ഉണ്ടാവും. നമ്മൾ റീഡ് റൈറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാകുമ്പം മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ആ കൺട്രോൾ സിഗ്നൽ അതിവിടെയും കൊടുത്തിട്ടില്ല. അത് ഇൻബിൽറ്റ് ആയിട്ട് അങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടാവും. ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന നോക്കുക. ഈച്ച് റോ ക്യാൻ സ്റ്റോർ 512 ബൈറ്റ്സ്. അതാണ് ഓരോ റോക്കും 512 ബൈറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 12 ബിറ്റ്സ് ടു സെലക്ട് എ റോ, അതായത് 9 മുതൽ 20 വരെയുള്ള 12 ബിറ്റ്സ് റോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് 9 ബിറ്റ്സ് ടു സെലക്ട് എ ഗ്രൂപ്പ് ഓഫ് റോ ഇൻ എ, അതായത് 9 ബിറ്റ്സ്. ഇതിന് ഈ 9 ബിറ്റ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് റോ, അതായത് കോളത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ 9 ബിറ്റ്സ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ 21 ബിറ്റ്സ് ആണ്. 0 to 20 വരെ 21 ബിറ്റ്സ് ആണ്. ഫസ്റ്റ് അപ്ലൈ ദ റോ അഡ്രസ്. RAS സിഗ്നൽ ലാച്ചസ് ദ റോ അഡ്രസ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, റോ അഡ്രസ് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് RAS സിഗ്നലാണ് റോ അഡ്രസ് ലാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അപ്ലൈ ദ കോളം അഡ്രസ്. കോളം അഡ്രസ് ആണ് ഈ കോളം അഡ്രസ് ലാച്ചിലേക്ക് കൊടുക്കുന്നത്. ദെൻ CAS സിഗ്നലാണ് ലാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ടൈമിംഗ് ഓഫ് മെമ്മറി യൂണിറ്റ് ഈസ് കൺട്രോൾഡ് ബൈ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് വിച്ച് ജനറേറ്റ്സ് RAS ആൻഡ് CAS. അതായത് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ടറി ആണ് ഈ RAS സിഗ്നലും അതുപോലെ തന്നെ CAS സിഗ്നലും ജനറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇത് അസിൻക്രണസ് റാം ആണ്. ഇതിൻ്റെ അകത്ത് ക്ലോക്ക് പൾസ് കൊടുത്തിട്ടില്ല. ക്ലോക്ക് പൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിൻക്രണസ് ആവുമായിരുന്നു. ക്ലോക്ക് പൾസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ അസിൻക്രണസ് റാം ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ.